ഡിയർ ചിൽഡ്രൻ, ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ണർഷിപ്പ് ഡീഡ്, അതിന്റെ കണ്ടന്റ്സ്, രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഇവയൊക്കെ ഡിസ്കസ് ചെയ്യാം. പാർട്ണർഷിപ്പ് ഡീഡ് അഥവാ പങ്കാളിത്ത പ്രമാണം രണ്ടോ അതിലധികമോ പേർ ചേർന്നുണ്ടാകുന്ന ഒരു കരാറിന്റെ ഫലമാണ് പങ്കാളിത്തം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ്. അത് വാക്കാലുള്ള കരാറും രേഖാമൂലമുള്ള കരാറും ആകാം. രേഖാമൂലമുള്ള കരാറിൽ കരാർ വ്യവസ്ഥകളെല്ലാം വിശദമായി എഴുതി ചേർത്തിരിക്കും. അതാണ് പാർട്ണർഷിപ്പ് ഡീഡ് അഥവാ പങ്കാളിത്ത പ്രമാണം എന്നറിയപ്പെടുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നും ഇതിനു പറയും. ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാനാണ് പ്രമാണം എഴുതി വെക്കുന്നത്. പാർട്ട്നേഴ്സിന് പരസ്പരമുള്ള വിശ്വാസത്തെ സുരക്ഷിതമാക്കുന്ന ഒരു കരുവാണ് ഈ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് ഡീഡ് ഓർ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഡീഡ് അതായത് പങ്കാളിത്ത പ്രമാണം എന്നതിന്റെ മലയാളം. പാർട്ണർഷിപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ എഗ്രിമെന്റ് വിച്ച് മേ ബി ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്. നമുക്കറിയാം പാർട്ണർഷിപ്പ് രൂപം കൊള്ളുന്നത് ഒരു കരാറിന് അനുസൃതമായാണ് അല്ലെ. ആ കരാർ എന്ന് പറയുന്നത് ഓറൽ എന്ന് പറഞ്ഞാൽ എന്താ, വാക്കാലുള്ളതാകാം, അല്ലെങ്കിൽ ഇൻ റൈറ്റിംഗ് എഴുതി തയ്യാറാക്കിയതോ ആകാം. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് ദ എഗ്രിമെന്റ് ഇൻ റൈറ്റിംഗ് ടു അവോയ്ഡ് എനി ഡിസ്പ്യൂട്ട്. അപ്പോൾ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ കരാറ് എഴുതി തയ്യാറാക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. The document containing the agreement in writing among the partners is called partnership deed. ഇത്തരത്തില് എഴുതി തയ്യാറാക്കിയ കരാറിനാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. The document containing the agreement in writing, പാർട്ണർഷിപ്പിന്റെ ആ കരാറ് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന അത്തരത്തിലുള്ള ആ കരാറിനാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതായത് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആ ഡോക്യുമെന്റ്, അതാണ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ കരാർ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നതിനായി എഴുതി തയ്യാറാക്കിയ കരാറിനെ പങ്കാളിത്ത പ്രമാണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിന്റെ അകത്തെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിലെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, നെയിം ഓഫ് ദ ഫേം, സ്ഥാപനത്തിന്റെ പേര്. ഇവിടെ കണ്ടില്ലേ ABC അസോസിയേറ്റ്സ്, അതുപോലെ ഏത് പാർട്ണർഷിപ്പ് ഫേമിനും ഒരു പേര് കാണുമല്ലോ. ആ പേര് പാർട്ണർഷിപ്പ് ഡീഡില് പറഞ്ഞിട്ടുണ്ടാവും. നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിന്റെയും പേരും മേൽവിലാസവും. നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ രീതിയും അതുപോലെ തന്നെ ബിസിനസിന്റെ പ്ലേസ് എവിടെയാണ്, സ്ഥലം എവിടെയാണെന്നുള്ളതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ണർഷിപ്പ്, ഈ പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്ന ഡേറ്റ്, കമൻസ്മെന്റ് മീൻസ് ആരംഭിക്കുന്ന തീയതി. നെക്സ്റ്റ്, ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഇഫ് എനി, അതായത് ഈ പാർട്ണർഷിപ്പിന് കാലാവധി ഉണ്ടെങ്കിൽ ആ കാലാവധി എത്രയാണ് എന്ന്. ഇപ്പം 5 വർഷം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കൃത്യമായിട്ട് 5 വർഷം, അല്ലെങ്കിൽ 3 ഇയർ ആണെങ്കിൽ 3 ഇയർ. ഡ്യൂറേഷൻ പറയുന്നുണ്ടെങ്കിൽ ആ കാലാവധി കൃത്യമായി ഡീഡില് പറഞ്ഞിട്ടുണ്ടാകണം. നെക്സ്റ്റ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദി പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവന്നിട്ടുള്ള മൂലധനം എത്രയാണ്, പാർട്ട്നേഴ്സിന്റെ എല്ലാം ക്യാപിറ്റൽ എത്രയാണെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ്, the amount that can be withdrawn by each partner, ഓരോ പാർട്ട്ണർക്കും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണ്, അതായത് ഓരോ പാർട്ട്നേഴ്സിനും പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പിൻവലിക്കാവുന്ന തുക, അത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ്, റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്, ഈ പാർട്ണർഷിപ്പ് ഫേമിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ പ്രവർത്തനം സംബന്ധിച്ചിട്ടുള്ള റൂൾസ് അത് ഡീറ്റെയിൽ പ്രതിപാദിച്ചിട്ടുണ്ടാകും. നെക്സ്റ്റ്, ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ്, ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അത് വീതിക്കേണ്ടുന്ന അനുപാതം, ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാകണം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ് ഇഫ് എനി, അതായത് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഫേമിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയാണ്, അതിന്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ പാർട്ട്ണർ
വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് പാർട്ട്ണറുടെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് ഫേം ഈടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ടു ദ ഫേം. പാർട്ട്ണർ ഫേമിലേക്ക് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് എത്ര ശതമാനം പലിശ കൊടുക്കണം, ആ ഇൻട്രസ്റ്റിന്റെ റേറ്റ്. നെക്സ്റ്റ്, സാലറീസ്, കമ്മീഷൻ എക്സെട്ര ഇഫ് പേയബിൾ ടു എനി പാർട്ട്ണർ. ഏതെങ്കിലും പാർട്ട്ണർക്ക് സാലറിയോ കമ്മീഷനോ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ അത് എത്രയാണെന്ന് കൃത്യമായി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. നെക്സ്റ്റ്, ഡീറ്റെയിൽസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ദി പാർട്ട്നേഴ്സ്. ഇപ്പൊ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പല വർക്കുകൾ ഫേമിൽ കാണും. ഇപ്പൊ പർച്ചേസുമായിട്ടുള്ള വർക്ക്, പ്രൊഡക്ഷൻ, സെയിൽസ്. അപ്പൊ അത് ഓരോരുത്തരും ഡിവൈഡ് ചെയ്തെടുക്കുന്നതിന്റെ ഡീറ്റെയിൽസ്. എ പർച്ചേസ് മാനേജർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ബി പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കാം, സി സെയിൽസ് മാനേജർ ആയിരിക്കാം. അങ്ങനെ അവിടെയുള്ള വർക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന അതിന്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ്, അസർട്ടൈൻമെന്റ് ഓഫ് ഗുഡ് വിൽ. അതായത് ആ പാർട്ണർഷിപ്പ് ഫേമിന്റെ ഗുഡ് വിൽ അല്ലെങ്കിൽ സൽപ്പേര് അസർട്ടൈൻ ചെയ്യണം. അത് വർഷങ്ങളായി തുടർന്നു പോകുന്ന ഒരു ഫേം ആണ് എങ്കിൽ, പ്രത്യേകിച്ചും ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാള് ആ ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാർട്ണർ മരണപ്പെട്ടു പോകുമ്പോൾ, ഈ സമയങ്ങളിലെല്ലാം ഫേമിന്റെ ഗുഡ് വില് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ ആ ഗുഡ് വില് എത്രയാണെന്നുള്ളത്. നെക്സ്റ്റ്, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ദ ഇവന്റ് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് പാർട്ട്ണർ. ഇതിന്റെ അക്കൗണ്ടുകളൊക്കെ സെറ്റിൽ ചെയ്യുന്ന രീതി അതും കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. നെക്സ്റ്റ്, ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ആ ഫേം അടച്ചുപൂട്ടുന്ന സമയത്തെ അക്കൗണ്ട് സെറ്റിൽമെന്റിന്റെ രീതികൾ പറഞ്ഞിട്ടുണ്ടാകണം. നെക്സ്റ്റ്, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദി മെയിൻ്റനൻസ് ഓഫ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടുകളുടെ ഓഡിറ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. നെക്സ്റ്റ്, പ്രൊവിഷൻസ് ഫോർ ആർബിട്രേഷൻ ഇൻ ദ ഇവന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കപ്പെടേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടാകണം. പ്രൊവിഷൻ ഫോർ ആർബിട്രേഷൻ ഇൻ ദ ഇവന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ്. നെക്സ്റ്റ്, പ്രൊവിഷൻസ് റിഗാർഡിംഗ് ബോറോവിങ്സ് ഓഫ് ദ ഫേം. ഈ ഫേമിന് ബോറോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അതിന്റെ കാര്യങ്ങൾ, ബോറോ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. ബോറോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? അതായത് കടം വാങ്ങുക. ഇഫ് ഫണ്ടിന് വേണ്ടിയിട്ട് മറ്റെവിടെന്നെങ്കിലൊക്കെ ലോണോ അല്ലെങ്കിൽ കടമൊക്കെ വാങ്ങേണ്ട ആവശ്യം വരും. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്. ഓരോ പാർട്ട്നേഴ്സിന്റെയും റൈറ്റ്സ്, അതായത് അവകാശങ്ങള്, അവരുടെ ചുമതലകള്, ബാധ്യതകള്, ഇതൊക്കെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് പാർട്ണർഷിപ്പ് ഫേമിന്റെ രജിസ്ട്രേഷനെ കുറിച്ച് നോക്കാം. രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഫേമിന്റെ രജിസ്ട്രേഷൻ എന്നാൽ സ്ഥാപനത്തിന്റെ പേരും സ്ഥാപനം സംബന്ധിച്ച മറ്റു വിവരങ്ങളും രജിസ്ട്രാർ ഓഫ് ഫേംസിന്റെ കൈവശമുള്ള ഒരു നിർദ്ദിഷ്ട രജിസ്റ്ററിൽ എഴുതി ചേർക്കുന്ന നടപടിയാണ്. അതോടെ സ്ഥാപനത്തിന് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുകയും സ്ഥാപനം രജിസ്റ്റേർഡ് ആയി തീരുകയും ചെയ്യുന്നു. പാർട്ണർഷിപ്പ് ഫേമിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമല്ലെങ്കിലും അത് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം രജിസ്റ്റർ ചെയ്യപ്പെടാത്ത സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകാവുന്ന കുറെ ദോഷഫലങ്ങൾ ഒഴിവാക്കാനാകും ഈ രജിസ്ട്രേഷൻ നടത്തിയെന്നാൽ. രജിസ്ട്രേഷൻ സ്ഥാപനത്തിന്റെ രൂപീകരണ സമയത്തോ അതിനുശേഷം മറ്റേതെങ്കിലും സമയത്തോ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി. പാർട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമല്ല, അത് ഓപ്ഷണൽ ആണ്. താല്പര്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി. But it can be registered with the Registrar of Firms as per the Partnership Act 1932. Partnership Act 1932 പ്രകാരം പാർട്ണർഷിപ്പ് ഫേമുകളെ രജിസ്ട്രാറുടെ പക്കല് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. A. Submit an application in prescribed form with the following details. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ രജിസ്ട്രാർ ഓഫ് ഫേംസ് മുമ്പാകെ സമർപ്പിക്കണം.
അപ്പൊ ആ ഫോമിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നാണ് ഇവിടെ പറയുന്നത്. എ നെയിം ഓഫ് ദ ഫേം, സ്ഥാപനത്തിന്റെ പേര്. ലൊക്കേഷൻ ഓഫ് ദ ഫേം, സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. സി നെയിംസ് ഓഫ് അതർ പ്ലേസസ് വെയർ ദ ഫേം ക്യാരീസ് ഓൺ ബിസിനസ്, സ്ഥാപനം ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ, മറ്റെവിടെയെങ്കിലും ഈ ഫേമിന് ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ സ്ഥലത്താണ് ബിസിനസ് ഉള്ളത് എന്ന്. ഡി ദ ഡേറ്റ് ഓഫ് ജോയിനിങ് ഓഫ് ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്ണറും ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്ത ഡേറ്റ്. ഈ നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിന്റെയും പേരും വിലാസവും. എഫ് ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കാലാവധി. ജി ദിസ് ആപ്ലിക്കേഷൻ ഷുഡ് ബി സൈൻഡ് ബൈ ഓൾ ദി പാർട്ട്നേഴ്സ്, ഈ ആപ്ലിക്കേഷൻ എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്തിരിക്കുകയും ചെയ്യണം. നെക്സ്റ്റ് ബി റെമിറ്റിംഗ് ദ ഫീസ് ഫോർ രജിസ്ട്രേഷൻ. ഇനി അടുത്ത പടി എന്താണ്? രജിസ്ട്രാർ ഓഫ് ഫേംസ് മുമ്പാകെ നിശ്ചിത ഫീസ് അടയ്ക്കണം. റെമിറ്റിംഗ് ദ ഫീസ് ഫോർ രജിസ്ട്രേഷൻ, ചുമ്മാതെ രജിസ്റ്റർ ചെയ്ത് തരത്തില്ല, അതിന്റെ ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പടി. നെക്സ്റ്റ് സി ഇഷ്യൂ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകൽ. After approval, the registrar should enter the name of the firm in his register and issues a certificate of registration. അപ്പൊ ഈ അപേക്ഷ നമ്മൾ കൊടുത്തല്ലോ, അപ്പൊ ആ അപേക്ഷ സൂക്ഷ്മ പരിശോധന നടത്തി രജിസ്ട്രാർ അതെല്ലാം നടത്തി എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ ഫീസും എല്ലാം അടച്ചു. അപ്പൊ ഈ പരിശോധനയ്ക്ക് ശേഷം രജിസ്ട്രാർ സ്ഥാപനത്തിന്റെ വിവരങ്ങള് രജിസ്ട്രാർ ഓഫ് ഫേംസ് എന്ന രജിസ്റ്ററിൽ എഴുതി ചേർക്കും. എഴുതി ചേർത്ത ശേഷം ഈ രജിസ്ട്രാർ ഈ പാർട്ണർഷിപ്പ് ഫേമിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു. അപ്പൊ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ആ പാർട്ണർഷിപ്പ് ഫേം നിലവിൽ വന്നു എന്നതിന്റെ ഒരു തെളിവാണത്. ആ സർട്ടിഫിക്കറ്റ്, അതായത് ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഫേമിന് ഇഷ്യൂ ചെയ്യും. ഇതാണ് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്യാത്ത പാർട്ണർഷിപ്പിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫക്ട്സ് ഓഫ് നോൺ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഓഫ് അൺരജിസ്റ്റേർഡ് ഫേം, എങ്ങനെയൊക്കെ ചോദിച്ചെന്നാലും എഴുതേണ്ടതാണ്. ഫസ്റ്റ് കനോട്ട് സ്യൂ എഗൈൻസ്റ്റ് തേർഡ് പാർട്ടീസ്, സ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കേസ് കൊടുക്കുക അല്ലേ? കനോട്ട് സ്യൂ എഗൈൻസ്റ്റ് തേർഡ് പാർട്ടീസ്, മൂന്നാം കക്ഷികൾക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കില്ല രജിസ്റ്റർ ചെയ്യാത്ത ഫേം ആണ് എങ്കിൽ. An unregistered firm cannot sue against a third party for the recovery of claims. ഒരു രജിസ്റ്റർ ചെയ്യപ്പെടാത്ത പാർട്ണർഷിപ്പ് ഫേം ആണ് എങ്കിൽ തേർഡ് പാർട്ടി ഈ ഫേമിന് ക്യാഷ് എന്തെങ്കിലും തരാനുണ്ടെന്ന് വിചാരിക്കുക, അപ്പൊ അതിനെതിരെ കേസ് കൊടുക്കാൻ ഈ അൺരജിസ്റ്റേർഡ് ഫേമിന് സാധിക്കില്ല. നെക്സ്റ്റ് cannot sue against its partners. ഈ പാർട്ണർഷിപ്പ് ഫേമിന് അതിന്റെ പാർട്ട്നേഴ്സിനെതിരെയും കേസ് കൊടുക്കാൻ പറ്റത്തില്ല. രജിസ്റ്റർ ചെയ്യാത്ത ഫേമിന് ആ ഫേമിന്റെ അംഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പാർട്ട്ണർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. തേർഡ് പാർട്ടിക്കെതിരെയും കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫേമിന്റെ പാർട്ട്നേഴ്സിനെതിരെയും കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അൺരജിസ്റ്റേർഡ് ഫേം cannot sue against its partners, പാർട്ട്ണർക്കെതിരെയും കേസ് കൊടുക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് a partner cannot enforce his claims. ഫേമിന് കൊടുക്കാൻ പറ്റാത്തതുപോലെ പാർട്ട്ണർക്കും തനിക്ക് കിട്ടാനുള്ള ക്ലെയിം നേടിയെടുക്കാൻ സാധിക്കില്ല. A partner of an unregistered firm cannot enforce his claim against outsiders or against his co-partners or the firm. അപ്പൊ പാർട്ട്ണർക്ക് ഈ അൺരജിസ്റ്റേർഡ് ഫേമിൽ നിന്നും കിട്ടാനുള്ളത് വാങ്ങിയെടുക്കാനോ ക്ലെയിം വാങ്ങിച്ചെടുക്കാനോ അല്ലെങ്കിൽ കോ പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വാങ്ങാനോ ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്ലെയിം വാങ്ങിച്ചെടുക്കാനോ ഒന്നും സാധിക്കില്ല ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് വരാം. പാർട്ണർഷിപ്പ് ഡീഡ് ഓർ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നും കൂടി അവിടെ നിന്ന് എഴുതി കൊടുക്കുക കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. In order to enter into partnership, a clear agreement with respect to the terms, conditions and all aspects concerning the partners is essential. ഒരു പാർട്ണർഷിപ്പിൽ എൻറ്റർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ക്ലിയർ എഗ്രിമെന്റ് ഉണ്ടാകണം അല്ലെ? ആ പാർട്ട്നേഴ്സുമായിട്ടുള്ള
ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാർട്ട്നേഴ്സ് തമ്മിൽ ഭാവിയിൽ തർക്കങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് അവർക്കിടയിൽ വ്യക്തമായിട്ടുള്ള ഒരു കരാർ കൂടിയേ തീരും. ഇനി such an agreement can be oral or written. ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് കരാർ വേണമെന്ന് പറഞ്ഞല്ലോ, അത് വാക്കാലുള്ളതാകാം അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയതാകാം. The written agreement which specifies the terms and conditions that govern the partnership is called partnership deed. അപ്പോൾ ഈ എഗ്രിമെന്റ് എഴുതി തയ്യാറാക്കിയതാണ് എങ്കിൽ ആ എഗ്രിമെന്റിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പം കരാർ എഗ്രിമെന്റ് വേണമെന്ന് പറഞ്ഞു, ആ റിട്ടൺ എഗ്രിമെന്റ് വിച്ച് സ്പെസിഫൈസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പാർട്ണർഷിപ്പിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യുന്ന റിട്ടൺ എഗ്രിമെന്റ്, അതായത് പാർട്ണർഷിപ്പ് ഗവേൺ ചെയ്യുന്നത് ആ എഗ്രിമെന്റ് വെച്ചിട്ടായിരിക്കും. അത്തരത്തിൽ എഴുതി തയ്യാറാക്കിയ ആ എഗ്രിമെന്റിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ റിട്ടൺ എഗ്രിമെന്റ് ആണ് ഡീഡ്. ദി പാർട്ണർഷിപ്പ് ഡീഡ് ജനറലി ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആസ്പെക്ട്സ്. പാർട്ണർഷിപ്പ് ഡീഡിലെ ഉള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഫസ്റ്റ്, നെയിം ഓഫ് ഫേം, സ്ഥാപനത്തിന്റെ പേര്. നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബിസിനസ്, ബിസിനസിന്റെ സ്വഭാവവും അത് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലവും. ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, ബിസിനസിന്റെ കാലാവധി. ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഈച്ച് പാർട്ണർ, ഓരോ പാർട്ണറുടെയും ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് ക്യാപിറ്റൽ ആയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, ലാഭനഷ്ടങ്ങൾ പങ്കുവെക്കുന്നതിന്റെ അനുപാതം. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന്റെ ഡ്യൂട്ടീസ് അതായത് കർത്തവ്യങ്ങളും ഒബ്ലിഗേഷൻസ് ഉത്തരവാദിത്തങ്ങളും അതൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും. സാലറീസ് ആൻഡ് വിഡ്രോവൽ ഓഫ് ദി പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന് ശമ്പളം അല്ലെങ്കിൽ സാലറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഡ്രോവൽ അവരുടെ വ്യക്തിഗത ആവശ്യത്തിന് അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയൊക്കെ അതിനകത്ത് എത്ര രൂപ വരെ വിഡ്രോ ചെയ്യാം പേഴ്സണൽ ആവശ്യത്തിന്, ഇതൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. ടേംസ് ഗവേണിംഗ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് എക്സ്പൾഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പുതിയ പാർട്ട്നേഴ്സിന്റെ അഡ്മിഷൻ പ്രവേശനം, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുക അതായത് വിരമിച്ചു പോകുക, അല്ലെങ്കിൽ ഒരാളെ എക്സ്പെൽ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ പുറത്താക്കുക എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ഇവയൊക്കെ സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾപ്പെട്ടിരിക്കണം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, അപ്പം പാർട്ട്ണർ കൊണ്ടുവന്നിട്ടുള്ള മൂലധനത്തിന് ഇൻട്രസ്റ്റ് എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്, അതുപോലെ പാർട്ട്ണർ ഫേമിൽ നിന്ന് പിൻവലിച്ച തുകയ്ക്ക് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ഈടാക്കേണ്ടത്, ഇതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. പ്രൊസീജിയർ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം, സ്ഥാപനം അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അടച്ചുപൂട്ടുക. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദെയർ ഓഡിറ്റിംഗ്, കണക്കുകൾ തയ്യാറാക്കുന്നതും അവയുടെ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ പരിശോധനകളെ കുറിച്ചുമുള്ള വ്യവസ്ഥകൾ. മെത്തേഡ് ഓഫ് സോൾവിംഗ് ഡിസ്പ്യൂട്ട്സ്, തർക്ക പരിഹാര വ്യവസ്ഥകൾ. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാകേണ്ടുന്ന വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. നെക്സ്റ്റ്, രജിസ്ട്രേഷൻ. Registration of a partnership firm means the entering of the firm's name along with the relevant prescribed particulars in the register of firms kept with the registrar of firms. രജിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിന്റെ പേരും മറ്റു വിവരങ്ങളും പങ്കാളിത്ത രജിസ്ട്രാറുടെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. അതായത് രജിസ്ട്രാർ ഓഫ് ഫേംസിന്റെ കയ്യില് ഒരു രജിസ്റ്റർ ഉണ്ടാവും, ആ രജിസ്റ്ററിൽ ഈ പാർട്ണർഷിപ്പ് ഫേമിന്റെ പേരും മറ്റു വിവരങ്ങളും ഉൾപ്പെടുത്തുന്ന പ്രക്രിയയ്ക്കാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഈ രജിസ്ട്രേഷൻ നടത്തി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നാല് ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്ന അടിസ്ഥാന രേഖയാണ്. ആ പാർട്ണർഷിപ്പ് നിലവിൽ വന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഇവിടെ നിന്നും ലഭിക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷണൽ ഫോർ എ പാർട്ണർഷിപ്പ് ഫേം ടു ഗെറ്റ് രജിസ്ട്രേഡ്. ഈ രജിസ്ട്രേഷൻ എന്നുള്ളത് പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് ഓപ്ഷണൽ ആണ്, അത് നിർബന്ധമില്ല. താല്പര്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി, അതുകൊണ്ടാണ് അത് ഓപ്ഷണൽ ആണെന്ന് പറയുന്നത്. വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട.
The consequences of non-registration of a firm are as follows. ഈ നിർബന്ധമില്ല എന്ന് പറഞ്ഞല്ലോ, എന്നാൽ നമ്മൾ ഈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് കുറെ ബെനിഫിറ്റ്സ് കിട്ടും. ഈ രജിസ്ട്രേഷൻ നടത്താതിരുന്നാലുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ABC എന്ന് പറയുന്ന 3 പോയിന്റ്സിൽ സൂചിപ്പിക്കുന്നത്. A partner of an unregistered firm cannot file a suit against the firm or other partners. ഈ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനത്തിലെ പാർട്ണർക്ക് സ്ഥാപനത്തിനെതിരെയോ മറ്റൊരു പാർട്ണർക്കെതിരെയോ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ഒരു അൺരജിസ്റ്റേർഡ് ഫേമിലെ പാർട്ണർക്ക് ആർക്കെതിരെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല? ആ ഫേമിനെതിരെയോ മറ്റു പാർട്ട്നേഴ്സിനെതിരെയോ കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ബി the firm cannot file a suit against third parties. ഈ സ്ഥാപനത്തിന് പാർട്ണർഷിപ്പ് ഫേമിന് തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ മൂന്നാം കക്ഷികൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. സി the firm cannot file a case against the parties. അതുപോലെ സ്ഥാപനത്തിന് സ്വന്തം പാർട്ട്നേഴ്സിനെതിരെയും കേസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ എക്കകത്ത് ഒരു പാർട്ട്ണർക്ക് അൺരജിസ്റ്റേർഡ് ഫേമിന്റെ പാർട്ട്ണർക്ക് ഫേമിനെതിരെയോ മറ്റു പാർട്ട്നേഴ്സിനെതിരെയും കേസ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഇനി ബിക്കകത്തും സിക്കകത്തും എന്താ പറയുന്നത്? ഈ ഫേമിന് പാർട്ണർഷിപ്പ് ഫേമിന് തേർഡ് പാർട്ടീസിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ മറ്റു പാർട്ട്നേഴ്സിനെതിരെയും കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഒക്കെ ചെറിയ മാർക്കിന് 2 മാർക്കിന്റെ ഒക്കെ ചോദിക്കാം, പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത ഈ പാരഗ്രാഫിൽ പറയുന്നത് രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ ആണ്. അപ്പൊ ഈ പാരഗ്രാഫിന്റെ മുകളിൽ ഇതുപോലെ ഒരു ഹെഡിങ് കൊടുക്കുക, പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ എന്ന്. According to the Indian Partnership Act 1932, the partners may get the firm registered with the registrar of firms of the state in which the firm is situated. Indian Partnership Act 1932 പ്രകാരം പാർട്ണർഷിപ്പ് ഫേമുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അതാത് സ്ഥലത്ത് അല്ലെങ്കിൽ അതാത് സ്റ്റേറ്റിലെ രജിസ്ട്രാറുടെ മുൻപാകെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പാർട്ട്നേഴ്സ് മേ ഗെറ്റ് ദ ഫേം രജിസ്റ്റേർഡ് with the registrar of firms of the state in which the firm is situated. ആ ഫേം എവിടെയാണോ ഏത് പ്ലേസിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിൽ വേണം, ഏത് സ്റ്റേറ്റിലാണോ നിലകൊള്ളുന്നത് ആ സ്റ്റേറ്റിലെ രജിസ്ട്രാർ മുമ്പാകെയാണ് ഈ ഫേം രജിസ്റ്റർ ചെയ്യേണ്ടത്. The registration can be at the time of formation or at any time during its existence. അപ്പൊ ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ സ്ഥാപനം രൂപീകരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിലോ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. The procedure for getting a firm registered is as follows. ഈ രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനി വിശദമാക്കുന്നത്. First, submission of application in the prescribed form to the registrar of firms. നിശ്ചിത അപേക്ഷാ ഫോറത്തിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. ഈ അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് ഇനി ഇവിടെ ഡോട്ടിട്ട് പറഞ്ഞിരിക്കുന്നത്. The application should contain the following particulars. എന്തൊക്കെ കാര്യങ്ങൾ വേണം? നെയിം ഓഫ് ദി ഫേം, സ്ഥാപനത്തിന്റെ പേര്. ലൊക്കേഷൻ ഓഫ് ദി ഫേം, സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നെയിംസ് ഓഫ് അതർ പ്ലേസസ് വെയർ ദ ഫേം ക്യാരീസ് ഓൺ ബിസിനസ്, മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ടാകണം. The date when each partner joined the firm, ഓരോ പാർട്ണറും ബിസിനസ്സിൽ ചേർന്ന തീയതി ഏതാണ്. നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന്റെ പേരും വിലാസവും. ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പ് ബിസിനസിന്റെ കാലാവധി. This application should be signed by all the partners. ഈ അപേക്ഷയിൽ എല്ലാ പാർട്ട്നേഴ്സും ഒപ്പുവെച്ചിരിക്കുകയും ചെയ്യണം. Deposit of required fees with the registrar of firms, നിശ്ചിത ഫീസ് രജിസ്ട്രാറുടെ പക്കൽ അടയ്ക്കേണ്ടതുണ്ട്. The registrar after approval will make an entry in the register of firms and will subsequently issue a certificate of registration. ഈ അപേക്ഷ പരിശോധിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ പേര് പാർട്ണർഷിപ്പിന്റെ ഈ രജിസ്റ്റർ ഓഫ് ഫേംസിൽ ഉൾപ്പെടുത്തുകയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. ഇതാണ് രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതും ചെറിയ മാർക്കിന് ചോദിക്കാം, പഠിച്ചു വെക്കുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.
ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. കണ്ടോ, ഇവിടെ കണ്ടോ ഒരു പാർട്ണർഷിപ്പ് ഡീഡിന്റെ ചിത്രം നൽകിയിരിക്കുന്നത്. ഒരു 50 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഡീഡാണ്. ഇതുപോലെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് ഇരിക്കുന്നത്. അടുത്ത ദിവസം ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഇതുപോലെ ശരിക്കുമുള്ള ഒരു ഒറിജിനൽ പാർട്ണർഷിപ്പ് ഡീഡ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാം. അത് വായിക്കാൻ തരാം. അപ്പൊ അതിന്റെ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നെ ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബൈ.